ഡോക്ടർ ഹിതേഷ് ശങ്കറിന് കേൾക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ ഹിതേഷ് ശങ്കർ, കേൾക്കാമോ താങ്കൾക്ക്? കേൾക്കാം. ഡോക്ടർ ഹിതേഷ് ശങ്കർ, ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അഡ്വക്കേറ്റ് പി എച്ച് ശ്രീധരൻപിള്ള ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കൊരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ നിങ്ങളുടെ മുൻപാകെ നടത്തിയതിന് എന്ത് നിയമസാധുതയുണ്ട് എന്ന്. സ്വാഭാവികമായും ഇപ്പോഴും അത് ആവർത്തിക്കപ്പെടുകയാണ് ആ ചോദ്യം. പുതിയ തലങ്ങളിലേക്ക് ആ ചോദ്യം ഉയരുകയും ചെയ്തിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് മജിസ്ട്രേറ്റിന് മുൻപാകെ ഒരു 164 അത് വന്നില്ല? കാരണം ഡോക്ടർ ഹിതേഷ് ശങ്കർ, അങ്ങയുടെ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായി നമുക്ക് സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും വിജയിക്കാൻ കഴിഞ്ഞു എന്ന അവകാശവാദമുണ്ടല്ലോ. അതിൻ്റെ നടുവൊടിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. കാരണം ഒരൊറ്റ ചോദ്യം സുപ്രീം കോടതി ചോദിച്ചതാണ് പ്രോസിക്യൂഷനോട്. ഈ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ ഗോവിന്ദച്ചാമി നടത്തുമ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയല്ലേ അദ്ദേഹം? അവിടെ കഴിയുകയാണ് അതെ എന്ന് പറയുന്നതോടെ. ഡോക്ടർ ഹിതേഷ് ശങ്കർ, മറുപടി. അതെ, ഈ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനായിട്ട് അംഗീകരിക്കുന്നത് കീഴ്ക്കോടതിയാണ്. ഞാൻ രേഖപ്പെടുത്തുമ്പോൾ ഇതൊരു കൺഫെഷനായിട്ടല്ല ഞാൻ രേഖപ്പെടുത്തുന്നത്. ഞാൻ രേഖപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഗോവിന്ദച്ചാമിയുടെ ശരീരത്തിലുണ്ടാക്കിയ മുറിവുകൾ, അല്ലെങ്കിൽ ഗോവിന്ദച്ചാമിയുടെ ശരീരത്തിൽ നിന്ന് ഞാൻ കണ്ടെടുത്ത തെളിവുകൾ, അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് ഗോവിന്ദച്ചാമി എൻ്റെ അടുത്ത് പറയുന്നത്, ഈ കഥകൾ കംപ്ലീറ്റ് എന്നോട് പറയുന്നത്. അത് ഞാൻ സാധാരണ ഒരു പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി എടുക്കുന്ന ലാഘവത്തോടു കൂടി, വിത്തൗട്ട് എനി പോലീസ് ഫോഴ്സ്, ഒരു പോലീസൊക്കെ പുറത്ത് നിർത്തിക്കൊണ്ട് ഞാൻ ഗോവിന്ദച്ചാമിയിൽ നിന്ന് എടുത്ത ഹിസ്റ്ററിയാണത്. ആ ഹിസ്റ്ററിയാണ് പിന്നീട് കോടതി അത് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനായിട്ട് അംഗീകരിക്കുന്നതും അതിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നതും. പക്ഷേ വേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ കൊണ്ട് മാത്രം ഒരു കേസ് ശിക്ഷിക്കപ്പെടില്ല. ഒപ്പം തന്നെ അതിന് മറ്റു തെളിവുകളും വേണം. ഇതിൽ ദൃക്സാക്ഷികൾ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ മറ്റു തെളിവുകളിലേക്ക് നമ്മുടെ ശക്തമായൊരു വാദഗതിയാണല്ലോ ഈ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ. അതിന്റെ കാര്യം പറയുമ്പോൾ ബാക്കി കാര്യങ്ങൾ കൂടി വേണമെന്ന് പറയുന്ന ഒഴികഴിവാണ്. നേരിട്ടുള്ള ചോദ്യം സുപ്രീം കോടതിയുടെ മറുപടി എന്താണ് കൈവശമുള്ളത് നമ്മുടെ ഭാഗത്ത് നിന്ന് വാദിച്ച് ബലത്തോടെ മുന്നേറാൻ? ഇത് പോലീസ് കസ്റ്റഡിയിലിരുന്ന പ്രതിയുടേതല്ലേ? അവിടെ കഴിയുകയാണ് ഈ കാര്യങ്ങൾ. കാരണം നിങ്ങളുടെ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനെ ആ ആലങ്കാരികതയോടുകൂടി അതിൻ്റെ നിയമപരമായ സാധുത എന്ന നിലയിൽ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ഉൾക്കൊള്ളുകയുണ്ടായി. സുപ്രീം കോടതിയിലെത്തിയപ്പോൾ അതെടുത്ത് ദൂരെ എറിഞ്ഞു. നിയമപരമായ സാധുത തീരുമാനിക്കേണ്ടത് കോടതികളാണ്. ഒരു ഡോക്ടറുടെ തെളിവ്, ഡോക്ടറുടെ ജോലി എന്താ? ഡോക്ടർ ഒരു പ്രതിയെ കൊണ്ടുവന്നു, അയാളുടെ പരിശോധന നടത്തുന്നു, അയാൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. അതാണ് ഞാൻ ചെയ്ത പണി. അത് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനായിട്ട് കോടതിയാണ് തീരുമാനിക്കുന്നത്. അത് എന്തുകൊണ്ട് കോടതി എടുത്ത് ദൂരെ കളഞ്ഞു എന്ന് പറയുന്നത് അത് പറയേണ്ടത് കോടതി തന്നെയാണ്. ശരിയാണ്. ഇവിടെ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും പല കാര്യങ്ങളും കാണാതെ പോയി. പൊതുവികാരത്തിനൊപ്പം നിന്നുകൊണ്ട് അതിനനുസരിച്ചുള്ളൊരു വിധിന്യായം പുറപ്പെടുവിക്കുകയുണ്ടായി. അതാണോ സംഭവിച്ചത്? ആ കാതലായ പിഴവുകളിലേക്ക് ജുഡീഷ്യൽ ഉത്തരവാദിത്തം നീതിപീഠങ്ങൾ നിർവഹിക്കാതിരുന്നതുകൊണ്ടാണോ ഇപ്പോൾ സുപ്രീം കോടതി നമ്മുടെ മുന്നിൽ വില്ലനായി നിൽക്കുന്നത്? സുപ്രീം കോടതി യഥാർത്ഥത്തിൽ ഇതിൻ്റെ വസ്തുനിഷ്ഠമായ സാഹചര്യങ്ങൾ പരിശോധിക്കുകയും തെളിവ് ചോദിക്കുകയുമാണ് ചെയ്തത്. തെളിവില്ല എന്ന് പറയുകയല്ല, തെളിവെവിടെ എന്ന് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുവരെ തെളിവുകളായി സമർത്ഥിച്ചിരുന്ന കാര്യങ്ങൾ അത് സുപ്രീം കോടതിയിൽ സമർത്ഥിക്കാൻ എന്തുകൊണ്ട് സാധിച്ചില്ല? തെളിവുകളായിട്ട് അംഗീകരിച്ച് തീർച്ചയായിട്ടും എന്താ പറയുക, ലാബിലെ കിട്ടിയ റിപ്പോർട്ടുകൾ, ഈ റിപ്പോർട്ടുകളൊക്കെ വെച്ചുകൊണ്ട് ഷേർലി വാസുവിൻ്റെയും ഹിതേഷിൻ്റെയും ഒക്കെ തെളിവ് കൊടുക്കലിനെ അംഗീകരിച്ചുകൊണ്ട് പോലീസ് കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും സമർപ്പിച്ച റിപ്പോർട്ടുകൾ ശരിവെച്ചുകൊണ്ടാണ് ശരിക്കും വിധിയുണ്ടായത്, ഹൈക്കോടതി വിധിയുണ്ടായിട്ടുള്ളത്. ഇത് സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ഗോവിന്ദച്ചാമിയുടെ അപേക്ഷയിലാണ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും തെളിവ് എവിടെ എന്നൊരു ചോദ്യം ഉണ്ടാവും. ഇതിന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രോസിക്യൂഷനെ അയക്കാൻ. എന്ത് തരത്തിലുള്ള പ്രിപ്പറേഷനാണ് ഇവർ നടത്തിയത്? പ്രതിഭാഗം
പിന്നെ പറഞ്ഞ ഐ മീൻ പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങൾ, ആ പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ തെളിവല്ല എന്ന് സുപ്രീം കോടതി പറയുകയും കീഴ്ക്കോടതിയും ഹൈക്കോടതിയും അത് തെളിവായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യം ഇതിനകത്തുണ്ട്. ഇതെങ്ങനെ വന്നു എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഇത് തെളിവാണെങ്കിൽ ആ തെളിവ് അവിടെ സമർത്ഥിക്കാനായിട്ട് പോയ പ്രോസിക്യൂഷൻ ഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് തയ്യാറെടുപ്പിലാണ് ഇവരെ അയച്ചത്, അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് തെളിവല്ല എങ്കിൽ എന്തുകൊണ്ടത് തെളിവല്ല? ഇത് നമുക്ക് സമൂഹത്തിന് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല, ജനങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അക്രമകരമായ ഒരു കാര്യം ചെയ്തിരിക്കുന്നു. ഗോവിന്ദചാമിയാണ് അത് ചെയ്തതെന്ന്, ബലാത്സംഗം ചെയ്തതെന്ന് സമ്മതിച്ചിരിക്കുന്നു. കുട്ടി മരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ നിങ്ങൾ എന്ത് തെളിവുണ്ടാക്കി? തെളിവുകളുടെ അടിസ്ഥാനം എന്താണ്? ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള ശിക്ഷ എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ പോയുമ്പോൾ മാറിപ്പോയത്? വളരെ വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വവും പ്രോസിക്യൂഷൻ്റെ ഉത്തരവാദിത്വവും വളരെ വലുതായിരുന്നു. ഇത് ഒരു സിമ്പിളായിട്ടുള്ള ചോദ്യമല്ലേ, തെളിവ് എവിടെയും ചോദിക്കുക. ഏറ്റവും ആദ്യം ചോദിക്കുന്ന കാര്യം എവിടെ തെളിവ്? ഈ തെളിവ് സമർത്ഥിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളിടത്ത് ആ തെളിവുകൾ വീണ്ടും പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതാണ്. പക്ഷെ വളരെ കൃത്യമാണ്, ബലാത്സംഗം ചെയ്തതിനുള്ള തെളിവുകളുണ്ട്. കൊന്നു എന്നുള്ളതിന് തെളിവുകൾ എവിടെ എന്നുള്ളതിന് ഹിതേഷ് ആയാലും ഷെർലി വാസു ആയാലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടിയും ഗൗരവത്തിൽ സുപ്രീം കോടതി പരിശോധിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ വാദം. ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ എങ്ങനെ വീണതാണോ, തട്ടിയിട്ടതാണോ, വേഗത്തിൽ ഓടുന്ന ട്രെയിനിൽ നിന്നാണോ, അതോ ട്രെയിൻ സ്പീഡ് കുറഞ്ഞ സമയത്താണോ? ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള, അല്ലെങ്കിൽ ഷെർലി വാസുവിനെ പോലെ അത് വിദഗ്ധമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളുടെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ട്രെയിനിനകത്ത് വെച്ച് തന്നെ സൗമ്യ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് ഷെർലി വാസു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ ചുരിദാർ പിടിച്ചടുപ്പിച്ചിട്ട് കൈ പിന്നിലേക്ക് തിരിച്ചിട്ട് 4-5 തവണ വളരെ ഹാർഡായിട്ടുള്ളൊരു പ്രതലത്തിൽ കുട്ടിയുടെ നെറ്റി ഇടിച്ചിട്ടുണ്ട്. ഈ ട്രെയിൻ സ്ലോ ഡൗൺ ചെയ്യുന്ന സമയത്ത് ആണ് പുറത്തേക്ക് വീഴുകയോ തള്ളിയിടുകയോ ചെയ്തിട്ടുള്ളത്. വീഴുമ്പോഴുണ്ടാകുന്ന മുറിവുകളും തള്ളിയിടുമ്പോൾ ഉണ്ടാകുന്ന മുറിവുകളും വളരെ വ്യത്യാസമാണ്. അപ്പോൾ തള്ളിയിട്ടത് തന്നെയാണ് എന്ന് വിദഗ്ധരായിട്ടുള്ള ഇവർ രണ്ടുപേരും വളരെ കൃത്യമായിട്ട് തെളിവ് കൊടുത്തിട്ടുണ്ട്. ഈ തെളിവുകൾ വെച്ചിട്ടാണ് ഹൈക്കോടതിയിൽ കമാൽ പാഷയെ പോലെയുള്ള ഒരു ജഡ്ജ് ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതെങ്ങനെയാണ് സുപ്രീം കോടതി പ്രതിക്കൂട്ടിലെന്നൊന്നും പറഞ്ഞ കാര്യമില്ല. നമുക്കറിയാം, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്നു കോടതി. ഇത് വളരെ മെക്കാനിക്കലായിട്ടുള്ള പ്രവർത്തനമാണ്. ഈ മെക്കാനിക്കലായിട്ടുള്ള പ്രവർത്തനത്തിനപ്പുറം വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു തലം കൂടിയുണ്ട്. അതിലേക്കൊന്നും നമ്മുടെ പിന്നെ ഈ നീതിന്യായ സംവിധാനത്തിന് പോകാൻ കഴിയുന്നില്ല. ജസ്റ്റിസ് കൃഷ്ണയ്യരെ പോലെയുള്ള ആളുകൾ, ഭഗവതിയെ പോലെയുള്ള ആളുകളൊക്കെ അതാണ് ആവശ്യപ്പെടുന്നത്. നമ്മൾ നിയമപുസ്തകം നിവർത്തി വെച്ച് ഇന്ന വകുപ്പ്, ഇന്ന അതിൻ്റെ ഉപവിഭാഗങ്ങൾ ഇതൊക്കെ വെച്ച് പഠിച്ച് മെക്കാനിക്കലായിട്ട് വിധി പ്രസ്താവിക്കുന്നതിന് പകരം ഇതുപോലുള്ളൊരു കേസ്, ഇത്രയും ജനവികാരം ഇളക്കി വിട്ടിട്ടുള്ള കേസ്, ഇത്രയും അധികം അമർഷം ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേസ്, ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു കേസ്, അതുമായി വിധി പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ 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 ചിന്തിച്ചിട്ട് മാത്രമേ അതിനെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട് അതിന് വിധി പറയണം. സംശയമുള്ള കാര്യമല്ല. അപ്പോൾ വളരെ മെക്കാനിക്കലായിട്ട് ഇതിലെ കൊലപാതകത്തിന് തെളിവ് ഇല്ല എന്ന് പറഞ്ഞു വിടാവുന്നൊരു കേസല്ല ഇത്. പക്ഷേ സാറ ടീച്ചർ, ഇതിലെ പ്രശ്നം ഈ ദൃക്സാക്ഷികളില്ലാത്ത കേസുകൾ ഇത് ആദ്യത്തേതല്ല. ഈ കേസുകളിൽ പതിയിരിക്കുന്ന ഏറ്റവും വലിയ അപകടം, പ്രോസിക്യൂഷൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംശയത്തിൻ്റെ ആനുകൂല്യത്തിന് ഇടവരുത്തരുത് എന്നതാണ്. കാരണം സംശയത്തിൻ്റെ ആനുകൂല്യം വന്നാൽ അത് പ്രതിക്കാണ് ഗുണകരമാകുന്നത്. ഇവിടെ സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിക്ക് കിട്ടാവുന്ന പഴുതുകൾ ഉണ്ടായിരുന്നില്ലേ ടീച്ചർ? അതിപ്പോൾ ഇവിടെ ആയാലും അവിടെ ആയാലും. ഇന്നിപ്പോൾ നിയമമന്ത്രി പറയുകയായിരുന്നു, അന്ന് സെൻസേഷണലാണ് ഈ കേസ്. അന്ന് ആരോട് ചോദിച്ചാലും എല്ലാവരും ഒരൊറ്റ അഭിപ്രായമാണ് പറയുക, ഗോവിന്ദചാമി കൊലപ്പെടുത്തിയെന്ന്. അങ്ങനെ വന്നപ്പോൾ വിധിന്യായവും ആ രൂപത്തിൽ വന്നു. ഇപ്പോൾ അങ്ങനെയല്ല, മറിച്ചൊരു സാഹചര്യമാണ്. അപ്പോൾ നമ്മുടെ പിഴവുകൾ, നമ്മുടെ വൈകാരികതയാൽ നമുക്ക് ബാധിച്ച നിയമപരമായ അന്ധത കൊണ്ട് നമുക്ക് സംഭവിച്ച പിഴവുകൾ, ആ പിഴവുകൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തുറന്നു കാട്ടപ്പെടും. അത് ഗോവിന്ദചാമിക്ക് അനുകൂലമായി എന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. പക്ഷേ അത് നമ്മുടെ തന്നെ പൊരുത്തക്കെടലിക്കൊണ്ടൊരു ചൂണ്ടുപലകയല്ലേ? തീർച്ചയായിട്ടും അത് ശരിയാണ് വേണു പറയുന്നത്. കാരണം എന്താ വെച്ചാൽ വൈകാരികമായിട്ട് ഇതിനുള്ള പ്രതികരണങ്ങൾ മാറ്റിവെച്ചാൽ ഒരു വ്യക്തി കൊന്നിട്ടില്ല എങ്കിൽ, ഗോവിന്ദചാമി അല്ല സൗമ്യയെ കൊന്നിട്ടുള്ളത് എങ്കിൽ ഗോവിന്ദചാമിക്ക് വധശിക്ഷ കിട്ടുന്നത് ന്യായമല്ല, നമുക്കറിയാം. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, പിന്നെ എങ്ങനെ സൗമ്യ മരിച്ചു?
ഗോവിന്ദചാമി ചെയ്ത ശരിക്ക് കുറ്റകൃത്യം എന്താണ്? ബലാത്സംഗത്തിന് ശേഷം കുട്ടി മരിക്കുന്നത് എങ്ങനെ? അപകടമാണോ? അല്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശവശരീരത്തെ ബലാത്സംഗം ചെയ്യുന്നത് മരണത്തിന് കാരണമാണ്. അവൾ നിലവിളിച്ചിട്ടുണ്ടാവുക. ആ നിലവിളിക്കുന്ന സമയത്ത് ഏത് രീതിയിലായിരിക്കും ആ ബലാത്സംഗം നടന്നിരിക്കുക എന്നുള്ളത് ഒരു പ്രസക്തമായിട്ടുള്ള കാര്യമല്ലേ? കൊന്നതിന് തെളിവില്ല, ശരി. ബലാത്സംഗത്തിന് തെളിവുണ്ട്. ബലാത്സംഗം നടന്നിട്ടുള്ളത് ട്രെയിനിൽ നിന്ന് വീണിട്ട് തല പൊളിഞ്ഞൊരു സാഹചര്യത്തിലുള്ള ശരീരത്തിന്മേലാണ്. അവിടെയൊക്കെ ബലാത്സംഗത്തിന് സാക്ഷികളുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ് ഇതിലും ചോദിക്കുന്നത്. ഇതിലെ സാഹചര്യ തെളിവുകൾ സൗമ്യ മരിച്ചിരിക്കുന്നു, സൗമ്യ കൊലപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ശരിക്കും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. കാരണം ട്രെയിനിൽ നിന്ന് താഴെ വീണതോ ഉന്തിയതോ ഇതിനൊന്നും തെളിവില്ല എന്നാണ് നമ്മൾ പറയണത്. പക്ഷെ ബലാത്സംഗം ചെയ്തു, അതിന് തെളിവുണ്ട്. ബലാത്സംഗം ചെയ്തത് ഈ താഴെ വീണ് തല തകർന്ന ഒരു മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു പെൺകുട്ടിയാണ്. അത് അംഗീകരിക്കണ്ടേ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? അപ്പൊ ആ ബലാത്സംഗം തന്നെ ക്രൂരമായ കൊലപാതകത്തിന് കാരണമായി. ശരി ശരി ഒരർത്ഥത്തിൽ അതൊക്കെ ഉൾക്കൊള്ളാൻ പരമാവധി ഈ സുപ്രീം കോടതി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജീവപര്യന്തം എന്ന ഹൈക്കോടതി അംഗീകരിച്ച വിധിയിലേക്ക് ഇടപെടാതെ ഇരിക്കുക എന്ന വലിയൊരു നിയമപരവും സാമൂഹികവുമായ ധർമ്മം ഈ ബെഞ്ച് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതുവാൻ. ഞാൻ ഇടവേളയ്ക്ക് പോവാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.